Hello dear children, welcome to Kids Area Online. Class 1 Integration Day 2 exam ആണല്ലേ നാളെ. Day 1 exam എല്ലാവർക്കും ഈസി ആയിരുന്നല്ലോ, പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നല്ലോ. യെസ്, അപ്പോൾ Day 2ലേക്ക് നമുക്ക് പോകാം. Day 2 ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ പ്രവർത്തനം പറക്കുന്നവരെ കണ്ടെത്തൂ, വട്ടത്തിലാക്കൂ എന്നൊരു ചോദ്യമാണ്. ഇവിടെ കുറച്ച് ജീവികളുണ്ട്. അതിൽ നിന്നും പറക്കുന്നവരെ കണ്ടെത്തൂ, വട്ടത്തിലാക്കൂ. പറക്കുന്നത് ആരാണ്? പക്ഷികൾ, കിളികളാണ് അല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാ കിളികൾ? പിന്നെ ബട്ടർഫ്ലൈയും പറക്കാറുണ്ട്. ഓക്കെ, പറക്കുന്നവരെ കണ്ടെത്തൂ, വട്ടത്തിലാക്കൂ. ഇത് പരുന്താണ്. പരുന്ത് പറക്കുമോ? പറക്കുമോ? യെസ്. അപ്പൊ പരുന്തിനെ നമുക്ക് എന്ത് ചെയ്യാം? വട്ടത്തിലാക്കാം. പരുന്തിനെ വട്ടത്തിലാക്കി. അടുത്തത് കാക്ക. കാക്ക പറക്കുമോ? യെസ്, കാക്കയും പറക്കും അല്ലേ? കാക്കയെ നമുക്ക് എന്ത് ചെയ്യാം? വട്ടത്തിലാക്കാം. മയിൽ. മയിൽ പറക്കുമോ? മയിൽ കുറച്ച് ദൂരമൊക്കെ പറക്കും കേട്ടോ. മരത്തിന്റെ മുകളിലൊക്കെ പറന്ന് കയറും. മയിലും പറക്കും. തത്ത. തത്ത പറക്കുമോ? യെസ്, തത്ത പറക്കും. മുയൽ? നോ, മുയൽ പറക്കത്തില്ല. ആന. ആന പറക്കുമോ? രണ്ട് ചെവിയും വീശി ഇങ്ങനെ പറക്കുമോ ആന? നോ, ഇല്ല. ഓക്കെ. ആമ പറക്കോ? വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇങ്ങനെ പറന്ന് കയറും, കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് പറന്നിറങ്ങും. അങ്ങനെ ചെയ്യോ? ഇല്ല, ചെയ്യില്ല. ഓക്കെ, അപ്പൊ ആമയും വരയ്ക്കണ്ട. കുരുവി. കുരുവിയാണെങ്കിലോ പറക്കോ? കണ്ടിട്ടുണ്ടോ? ആ, കുരുവി പറക്കും. അപ്പൊ കുരുവിക്ക് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം? വട്ടം വരയ്ക്കാം. പൂച്ച. പൂച്ച ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പറക്കോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ പൂച്ച പറക്കത്തില്ല. പറക്കുന്നവർ ആരൊക്കെയാ ഇവിടെ? പരുന്ത്, കാക്ക, മയിൽ, തത്ത, കുരുവി. ഇവരെന്താ? പറക്കും അല്ലേ? കണ്ടെത്തിയില്ലേ? കറക്റ്റായിട്ട് കണ്ടെത്തിയില്ലേ? യെസ്. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം എന്താണെന്ന് അറിയാവോ? വലിയ പൂക്കളെ വലിയ കുട്ടയിലേക്കും ചെറിയ പൂക്കളെ ചെറിയ കുട്ടയിലേക്കും വരച്ച് യോജിപ്പിക്കണം. ഇവിടെ ഒരു വലിയ കുട്ട ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ചെറിയ കുട്ട ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് പൂക്കൾ ഉണ്ട് കേട്ടോ. ചെമ്പരത്തി, മുല്ല, റോസ്, സൂര്യകാന്തി, തെച്ചി, താമര. ഇങ്ങനെതാ ഇത്രയും പൂക്കൾ ഇവിടെയുണ്ട്. ഇതിൽ ചെമ്പരത്തി പൂവ് വലുതാണോ ചെറുതാണോ? വലുതാണല്ലേ? അപ്പൊ ചെമ്പരത്തി പൂ നമുക്ക് എന്ത് ചെയ്യാം? വലിയ കുട്ടയിലോട്ട് കൊണ്ടുപോവാം. മുല്ലപ്പൂവോ? മുല്ലപ്പൂവ് വളരെ ചെറുതാണ്, നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് തീരെ ചെറുതാണ് അല്ലേ? അപ്പൊ മുല്ലയെ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ കുട്ടയിലേക്ക് ഇടാം. റോസ്. റോസോ? വലുതാണ്. റോസ് വലിയ പൂവാണ്. അപ്പൊ വലിയ പൂവിനെ വലിയ കുട്ടയിലേക്ക് ഇട്ടു. സൂര്യകാന്തിയോ? സൂര്യകാന്തിയും വലിയ പൂവാ, വലിയ പൂവ് വലുത്. അപ്പൊ സൂര്യകാന്തി എന്ത് ചെയ്യാം? വലിയ കുട്ടയിലേക്ക് ഇടാം. തെച്ചി. തെച്ചിപ്പൂ നോക്കിയേ, മുല്ലപ്പൂവ് പോലെ ചെറുതാണ്. അപ്പൊ തെച്ചി നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ കുട്ടയിലിടാം. താമരയോ? വലുതാണ് അല്ലേ? താമര വലുതാണ്. അപ്പൊ താമരയെ നമുക്ക് എന്ത് ചെയ്യാം? വലിയ കുട്ടയിലോട്ട് കൊണ്ടുപോവാം. ഇതിൽ നിന്ന് വലിയ പൂക്കളും ചെറിയ പൂക്കളും മനസ്സിലായോ? ഇനി ഇതിൽ കുലയായി വിരിയുന്ന പൂ ഏതാ? കുലയായിട്ട് നിൽക്കുന്നത് കണ്ടോ? തെച്ചി ഇങ്ങനെ കുലയായിട്ട് വരും. മുല്ലപ്പൂവ് അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായോ? പൂക്കളുടെ നിറം കൊടുക്കാനൊക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പൂക്കൾക്ക് എങ്ങനെ നിറം കൊടുക്കാം അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. വരികൾ കൂട്ടിച്ചേർക്കൂ.
ഇത് മഴയാണ്. തന തന താന തന തന താന മഴ വന്നു തന താന. ഇവിടെ നോക്കിയേ, തന തന താന തന തന താന നടന്നു. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതാരാ നടന്നു വരുന്നേ? ആട്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ആട് നടന്നു. നാലാമത്തെ വരി എന്താ? തന താന. അത് അതുപോലെ എഴുതുക, തന താന. ഇനി ഇതേ 4 വരി പോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ 4 വരി ഉണ്ടാക്കണം. അതെങ്ങനെ ചെയ്യാം? ഇത് അതുപോലെ എടുത്തെഴുതുക. തന തന താന ഇവിടെ അതുപോലെ എഴുതുക. തന തന താന അതും എഴുതുക. മഴ വന്നു. ഇവിടെ ആരാ വന്നേ? ഇതാരാ? ആമ. ആമ വന്നു തന താന. ദാ ഇതുപോലെ എഴുതണം. തന തന താന തന തന താന ആമ വന്നു തന താന. ഇനി ഇതാരാണ്? പുഴു. പുഴു. പുഴുവാണെങ്കിൽ എങ്ങനെ എഴുതും? ഇതുപോലെ ഇതേ മാതൃകയിൽ തന്നെ ഇതും എഴുതുക. തന തന താന തന തന താന പുഴു വന്നു തന താന. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏത് ചിത്രമാണോ നൽകിയിരിക്കുന്നത് ആ ചിത്രത്തിന്റെ പേര് അതുപോലെ ചേർക്കുക. മറ്റതെല്ലാം എന്ത് ചെയ്യണം? മുകളിൽ നൽകിയിരിക്കുന്ന അതേ മാതൃകയിൽ എഴുതണം മറ്റു വരികൾ. അടുത്ത പ്രവർത്തനം നോക്കാവോ? പ്രവർത്തനം 4. ഇവിടെ കാക്കയെ കണ്ടോ? കാക്ക. കാക്ക എങ്ങനെയാ പരിചയപ്പെടുത്തുക? കാക്ക എങ്ങനെയാ കാക്കയെ പരിചയപ്പെടുത്തുക? നോക്കാം. ഞാൻ കാക്ക. നിങ്ങളുടെ വീടിന് ചുറ്റും ഞാൻ വൃത്തിയാക്കും. കാ കാ എന്നാണ് ഞാൻ കരയുന്നത്. എല്ലാ ആഹാരവും ഞാൻ കഴിക്കും. എനിക്ക് കറുപ്പ് നിറമാണ്. അപ്പോൾ ഒരു കിളിയെ തന്നിട്ട് ആ കിളിയെ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കിളിയുടെ പ്രത്യേകതകളെല്ലാം എഴുതണം. ആദ്യം എഴുതണം ഞാൻ ആരാണെന്ന് എഴുതണം. അല്ലെങ്കിൽ എൻ്റെ പേര് കാക്ക. അല്ലെങ്കിൽ എന്തെഴുതണം? ഞാൻ കാക്ക. ഇനി പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതെല്ലാം എഴുതണം. തത്തയാണെങ്കിൽ പച്ച നിറമാണെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ കാക്ക എന്താ പറയുന്നേ? ഞാൻ കാക്ക. നിങ്ങളുടെ വീടിന് ചുറ്റും ഞാൻ വൃത്തിയാക്കും. ഞാൻ എങ്ങനെയാ കരയുക? കാ കാ എന്നാണ് ഞാൻ കരയുന്നത്. എല്ലാ ആഹാരവും ഞാൻ കഴിക്കും. എനിക്ക് കറുപ്പ് നിറമാണ്. ഓക്കെ, ഇതാരാ? തത്ത. തത്ത എങ്ങനെയാ പറയാ? ഞാൻ തത്ത. എൻ്റെ നിറം പച്ചയാണ്. ഞാൻ മരപ്പൊത്തുകളിലാണ് താമസിക്കുക. നെല്ലും പയറും പഴവും എല്ലാം എനിക്കിഷ്ടമാണ്. എൻ്റെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്. അപ്പോൾ തത്ത എങ്ങനെ എഴുതുക? ഞാൻ തത്ത. എൻ്റെ നിറം പച്ചയാണ്. ഞാൻ മരപ്പൊത്തുകളിലാണ് താമസിക്കുക. നെല്ലും പയറും പഴവും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്. എഴുതാൻ പറ്റില്ലേ? ചോദിച്ചാൽ എഴുതത്തില്ലേ? ഓക്കെ, മൂങ്ങ. മൂങ്ങ എങ്ങനെയാ പറയാ? മൂങ്ങയുടെ പ്രത്യേകത എന്താ? രാത്രിയാണ് കേട്ടോ മൂങ്ങയ്ക്ക് കണ്ണ് കാണുന്നത്. പകല് കണ്ണ് കാണത്തില്ല. രാത്രിയാ മൂങ്ങയ്ക്ക് കണ്ണ് കാണുക. അപ്പൊ രാത്രിയാ ഈ മൂങ്ങ പുറത്തിറങ്ങുക. രാത്രി പുറത്തിറങ്ങി അതിന് വേണ്ട ആഹാരം എല്ലാം കഴിച്ചിട്ട് അത് പോയി പകൽ ഉറങ്ങും കേട്ടോ. മൂങ്ങ പകൽ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ രാത്രിയല്ലേ ഉറങ്ങുക. പക്ഷെ മൂങ്ങ എന്താ ചെയ്യാ? പകൽ ഉറങ്ങിയിട്ട് രാത്രി അതിൻ്റെ എന്ത് ചെയ്യും? ആഹാരം തേടും, ആഹാരം ശേഖരിച്ചു വെക്കും. ഇങ്ങനെയുള്ള രാത്രി പറന്ന് നടക്കും. അപ്പൊ മൂങ്ങ രാത്രിയാണ് കേട്ടോ കണ്ണ് കാഴ്ചയുള്ളത്. ഞാൻ മൂങ്ങ. രാത്രിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. എനിക്ക് രാത്രി കാഴ്ചയുണ്ട്. പാമ്പും എലിയും ഒക്കെയാണ് എൻ്റെ ആഹാരം. തവിട്ട് നിറമുള്ള എൻ്റെ തൂവലിൽ വെള്ള കുത്തുകളുണ്ട്. അപ്പൊ മൂങ്ങ എന്താ പറയുന്നേ? മൂങ്ങയ്ക്ക് തവിട്ട് നിറമാണ്. തവിട്ട് നിറത്തിൽ വെള്ള കുത്തുകൾ കാണും. ഞാൻ മൂങ്ങ. രാത്രിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. എനിക്ക് രാത്രി കാഴ്ചയുണ്ട്. പാമ്പും എലിയും ഒക്കെയാണ് എൻ്റെ ആഹാരം. തവിട്ട് നിറമുള്ള എൻ്റെ തൂവലിൽ വെള്ള കുത്തുകളുണ്ട്. ഇതാരാ പറയുന്നേ? മൂങ്ങ പറയുന്നു. മനസ്സിലായോ? കിളികളെ പരിചയപ്പെടുത്താൻ മനസ്സിലായോ? യെസ്, മനസ്സിലായി. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്.
ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.